ഒരു റീൽസിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് അവിശുദ്ധ ബന്ധമായി വളരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത് പതിവായി. അതിൻ്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നു. താൻ ചതിക്കപ്പെടുകയാണെന്ന് ആതിര തിരിച്ചറിഞ്ഞത് എല്ലാം കൈവിട്ട് പോയപ്പോഴാണ്. ബന്ധത്തിൽ നിന്നും ഒഴിവാകാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായ കൊലപാതകം. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഇൻസ്റ്റഗ്രാം സുഹൃത്താണെന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചതാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട കൊലയാളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൊല്ലം ദളവാപുരം സ്വദേശി ജോൺസൺ പോലീസ് എത്തിയതറിഞ്ഞ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കോട്ടയം കുറിച്ചിയിലെ വീട്ടിൽ ഹോം നേഴ്സായി ഒളിവിൽ കഴിയുമ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. ജോൺസൺ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ചിങ്ങവനം പോലീസിന്റെ പരിശോധന. ഹോം നഴ്സായി ജോലിയിൽ പ്രവേശിച്ച ഇവിടെ പോലീസ് എത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിലൂടെ നടന്നു വരികയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിഷം കഴിച്ചതായി ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് സംഘം ജോൺസനെ കോട്ടയം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതി കുറ്റസമ്മതം നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. കഠിനംകുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന 30-കാരിയായ ആതിരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജോൺസൺ. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷമായിരുന്നു കൊലപാതകം. 1 വർഷത്തോളം ഇവരുടെ ബന്ധം നീണ്ടു. ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലായി യാത്ര ചെയ്തു. സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ പകർത്തി യുവതിയിൽ നിന്ന് ജോൺസൺ പണം തട്ടിയെടുത്തിരുന്നു. പൂജാരിയായ ഭർത്താവിനെയും 2ാം ക്ലാസ്സുകാരൻ മകനെയും ഒഴിവാക്കി ഒപ്പം ചെല്ലണമെന്ന് പ്രതി ആവശ്യപ്പെട്ടത് നിരസിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് 5 ദിവസം മുമ്പ് മുതൽ പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു പ്രതി ജോൺസൺ. കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച് ട്രെയിനിൽ കയറി പോവുകയായിരുന്നു. കൊലപാതകത്തിന് 3 ദിവസം മുമ്പും ജോൺസൺ യുവതിയിൽ നിന്ന് 2500 രൂപ വാങ്ങിയിരുന്നു. സംഭവ ദിവസം പ്രതി കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ജോൺസന് 10,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. ചെല്ലാനം സ്വദേശിനിയെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചിരുന്ന ഇയാൾ 5 വർഷം മുമ്പ് വിവാഹമോചനം നേടിയിരുന്നു. ജന്മനാടായ ദളവാപുരത്ത് കള്ളൻ രാജു എന്ന വിളിപ്പേരുണ്ടായിരുന്ന ജോൺസൺ ചെല്ലാനത്തറിയപ്പെട്ടിരുന്നത് സൈക്കോ ഔസേപ്പ് എന്ന വട്ടപ്പേരിലാണ്. ജോൺസണിൽ നിന്ന് ഭീഷണിയുള്ളതായി ആതിര പറഞ്ഞിരുന്നതായാണ് ഭർത്താവ് പോലീസിന് നൽകിയ മൊഴി. ജോൺസന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.